അനധികൃതമായി അവധിയെടുത്ത് മാറി നിൽക്കുന്ന മുഴുവൻ ഡോക്ടർമാരെയും ആരോഗ്യ ജീവനക്കാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടി തുടരുകയാണെന്നും ഇത്രയും വലിയൊരു നടപടി മുന്നോട്ടു പോകുന്നത് ആരോഗ്യവകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കായംകുളത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധന്റെ അഭാവം പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. അനധികൃതമായി അവധിയെടുത്ത് മാറി നിൽക്കുന്ന മുഴുവൻ ഡോക്ടർമാരെയും ആരോഗ്യ ജീവനക്കാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി തുടരുകയാണെന്നും ഇത്രയും വലിയൊരു നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ആരോഗ്യവകുപ്പിന്റെ ചരിത്രത്തിലാദ്യമായാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കായംകുളത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര നാളായില്ല. DPC കൺസൾട്ടന്റ് ആണോ? ഫോറൻസിക് സർജൻ തസ്തികയില്ല. അപ്പൊ നമ്മൾ നീ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കും. അത് നമ്മൾ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. ഇപ്പൊ DPC കൂടിയിട്ടുണ്ട്. DPC കൂടുമ്പോൾ നമ്മൾ കൺസൾട്ടൻസോ ജൂനിയർ കൺസൾട്ടൻസോ ആണ് ഇപ്പം നിയമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ജൂനിയർ കൺസൾട്ടൻ കുറേ വേക്കൻസികളുണ്ട്. അത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ ചിലർ കേസൊക്കെ കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു കാലതാമസം ഉണ്ട്. പക്ഷെ ഇപ്പം അനധികൃത അവധിയുള്ള മുഴുവൻ ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും പിരിച്ചുവിടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആരോഗ്യവകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ആശുപത്രി കൊണ്ട് ലീവ് കൊടുത്തിട്ട് പോകും. എനിക്കൊരു അനുഭവം ഉള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 3 മാസത്തേക്ക് ഡോക്ടർ വന്ന് അപേക്ഷിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ വന്ന് അപേക്ഷിച്ചു അടുത്ത 3 മാസം. അപ്പോൾ സൂപ്രണ്ടിന് ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സൂപ്രണ്ട്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഏതെങ്കിലും ആശുപത്രിയിലുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കും. 15 ദിവസത്തേക്കപ്പുറം ഒരാളും നടപടി ഇപ്പോൾ കുറേ പേരെ പുറത്താക്കി. പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചില DPC ഉണ്ടല്ലോ, പ്രൊമോഷൻ കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ ആ നടപടിക്രമത്തിൽ വന്നിട്ടുള്ളവരെ അതാ DPC അത് നോക്കാം. ഞാൻ DHS കൊടുക്കാം. ആശുപത്രിയിൽ കൊണ്ടുവന്ന് നിരന്തരം അവധി അപേക്ഷ കൊടുത്ത് പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ മാറ്റം വരുത്തുകയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധന്റെ അഭാവം പരിഹരിക്കാൻ നടപടിയെടുക്കും. തസ്തികയുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പരിശോധിച്ച് മുന്നോട്ടു പോകും. ഫോറൻസിക് സർജന്റെ തസ്തിക നിലവിലില്ല. അധിക തസ്തിക സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ കായംകുളത്തും അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.